ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ ആണെങ്കിലും എൻ്റെ ഒരു സാഡായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം മുട്ടം പണിയിട്ട് ഞാനിപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2014 തലവേദന ഒക്കെ ആയിട്ട് ഒരു MRI ചെയ്തപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എറണാകുളം അമൃതയിൽ സർജറിയൊക്കെ ചെയ്തു. അവർക്ക് ഓരോ പ്രാവശ്യം ഓരോ സർജറി ചെയ്യുമ്പോഴും അവർ പറഞ്ഞത് ക്യാഷ് റെഡിയാക്കും ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നിട്ട് ഈ സർജറിയൊക്കെ ചെയ്തിട്ട് അതിനുശേഷം ഒരു ചെറിയൊരു കുരു പോലെ ഈ തലയുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിനെക്കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും കൂടുതൽ കെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ 10 വർഷം 2014, ഇപ്പോൾ 2024 എൻ്റെയൊക്കെ ആയപ്പോൾ ഈ കുരു ചെറുതായിട്ട് അതിൽ നിന്ന് മാറ്റം ഡിഫറൻറ്റ് ഈ ബ്ലാക്ക് മോൾ പോലെ ചെറുതായിട്ട് വളരാൻ തുടങ്ങി. അത് നിന്ന് പിന്നീട് പെട്ടെന്ന് അത് കയറി വീർത്തിട്ട് ബ്ലീഡിങ് ഉണ്ടായി, ബ്ലഡൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പേടിയായി. പിന്നെ മോളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇത് എന്തോ നല്ലതൊന്നും തോന്നുന്നില്ല, നമുക്ക് എന്തായാലും ഒരു കൺസൾട്ടിങ് ആവശ്യമാണെന്ന് പറഞ്ഞ് അനന്തപുരി ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ MRI ഒക്കെ ചെയ്യാൻ പറഞ്ഞ് MRI ചെയ്തപ്പോഴാണ് ഇവർ 2014 എറണാകുളം അമൃതയിൽ വെച്ച് സർജറി ചെയ്തിട്ട് അകത്ത് എന്തോ സ്ക്രൂ അങ്ങനെ എന്തോ പാർട്ടിക്കിൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തും അവർ പറഞ്ഞിട്ടില്ല. അത് എല്ലാം കൂടിയിട്ട് നീരൊക്കെ വെച്ച് ഇൻഫെക്ഷൻ ആയതാണ് ഈ പുറത്തും ഇത് ബൾജാവാൻ തുടങ്ങിയത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് നമുക്കിത് വീണ്ടും ഓപ്പൺ ചെയ്യണം, അത് റിമൂവ് ചെയ്യണം, അല്ലാതെ പുറത്തൂടെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ ആകപ്പാടെ ടെൻഷൻ അടിച്ച് ഞാനും മോളുടെ അച്ഛനും അങ്ങനെ ഞങ്ങളിപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 3 ദിവസമായി. അവർ ഇൻഫെക്ഷൻ വന്ന് പുറത്തെടുത്തതൊക്കെ വീട്ടുകാരെ കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കാം, പേടിക്കേണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഭഗവാനെ ഇനിയൊന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാനും എൻ്റെ കുടുംബവും. അപ്പോൾ ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ആവശ്യമാണ്. അപ്പോൾ പിന്നെ ഈ ICUവിലൊക്കെ ആയിട്ട് മോളെ 2-3 ദിവസം കാണാനൊന്നും പറ്റിയില്ല, ഓർമ്മയൊന്നും ഇല്ലാതിരുന്നു എനിക്ക്. ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ റൂമിൽ വന്നിട്ടുണ്ട്. അധികം സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.